പുലിപ്പല്ല് കൈവശം വെച്ചതിന് റാപ്പർ വേടൻ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ. 2 ദിവസത്തേക്കാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. പിടിച്ചെടുത്ത പുലിപ്പല്ലിന്റെ ഉറവിടം പരിശോധിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയ കഞ്ചാവിന്റെ ഉറവിടം തേടുകയാണ് പോലീസ്. വേടൻ അണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റായി പുലിപ്പല്ല് കണ്ടെത്തിയതിൽ മൃഗവേട്ടയടക്കം കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് വനം വകുപ്പ് കേസെടുത്തത്. വിശദമായ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡി ആവശ്യമെന്ന വനം വകുപ്പ് വാദം കോടതി അംഗീകരിച്ചു. വേടൻ നൽകിയ ജാമ്യാപേക്ഷ കോടതി പിന്നീട് പരിഗണിക്കും. പുലിപ്പല്ലിന്റെ ഉറവിടമടക്കം കണ്ടെത്തണമെന്ന് വനം വകുപ്പ് വാദം. വേടന് പുലിപ്പല്ല് കൈമാറിയെന്ന് കരുതുന്ന തമിഴ് വംശജനായ മലേഷ്യൻ പൗരൻ രഞ്ജിത്തിലേക്കും അന്വേഷണം നീളും. ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസ് ഓർ UK പൗരത്വമുള്ള ആൾക്കാരാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഫോളോ ചെയ്യുന്ന ബന്ധമുണ്ട്. അപ്പോൾ അത് ട്രേസ് ചെയ്യാന്നുള്ളൊരു ഇൻഫർമേഷൻ തൽക്കാലം ഇപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഈ ശ്രീലങ്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ വളരെയധികം ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. അതേസമയം ലഹരിക്കേസിൽ കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ചാലക്കുടി സ്വദേശി ആഷിക്കിൽ നിന്ന് കഞ്ചാവ് ലഭിച്ചുവെന്നാണ് മൊഴി. എന്നാൽ കൂടുതൽ പേരിൽ നിന്ന് വേടനും സംഘവും കഞ്ചാവ് വാങ്ങിയതായാണ് പോലീസ് നിഗമനം. താൻ മദ്യപിക്കുമെന്നും വലിക്കുമെന്നും എല്ലാവർക്കും അറിയാമെന്ന് വേടൻ. ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്, ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും അറിയാമത്. ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കായും വേടനും സംഘാംഗങ്ങളും കഞ്ചാവ് കൈവശം സൂക്ഷിച്ചുവെന്നാണ് പോലീസ് FIR. റിപ്പോർട്ടർ, കൊച്ചി.